ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ്. നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ പരിപ്പും പയറും അതേപോലെ തന്നെ കഞ്ഞിയും ഒക്കെ കുക്കറിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് കുറച്ചെങ്ങാനും വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകളിലൊക്കെ ആയി ആകെ മൊത്തം വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ഈ കുക്കറിൻ്റെ അടപ്പ് കഴുകിയെടുക്കാനും അതേപോലെ തന്നെ അതിനകത്തുള്ള വാഷറും അതേപോലെ കുക്കറിൻ്റെ ഉൾഭാഗവും എല്ലാം നല്ലോണം കഴുകിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുക്കർ ഒട്ടും തന്നെ അഴുക്കാവാതെ അതേപോലെ കുക്കർ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ എങ്ങനെ നമുക്ക് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പാണ് വേവിച്ച് കാണിക്കുന്നത്. ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഒട്ടും തന്നെ ഒന്നും തന്നെ ആവില്ല. കുക്കറിൻ്റെ അടപ്പൊക്കെ ഇതേപോലെ തന്നെ നീറ്റായിട്ടിരിക്കും. ഇത് വേവിച്ച് കഴിഞ്ഞാലും ഇത്തിരി വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പരിപ്പ് ഇതേപോലെയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പരിപ്പ് നല്ലോണം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചിലരൊക്കെ ചെയ്യാറുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും. ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് പുറത്തേക്ക് വരില്ല. പക്ഷേ എന്നാലും കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്താലും ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഈ പരിപ്പ് വേവിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു പാത്രത്തിൽ വേണം വെക്കാനായിട്ട്. ഞാനിവിടെ ഈ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പരിപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വേവിക്കേണ്ട പരിപ്പ് ഈ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പരിപ്പ് വേവിക്കാനായിട്ട് എത്ര നേരമാണോ വെക്കുന്നത് അത്രയും നേരം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ കുക്കർ വിസിലടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും, ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം എടുത്തതാണിത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകൾ ഭാഗം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും തന്നെ ആയിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും തെറിച്ചിട്ടില്ല. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, പരിപ്പ് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ അല്ലാണ്ട് എങ്ങനെയാണോ വേവിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം കുക്കറിൽ നിന്നും എടുക്കാം. ഇതിപ്പോൾ ചൂടാറിയത് കൊണ്ട് നല്ല പോലെ ചൂടൊന്നുമില്ല, ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിലെ വെള്ളം കണ്ടോ അതേപോലെ തന്നെ ഉണ്ട്. കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആ വെള്ളവും അതേപോലെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരു പണിയുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് പരിപ്പ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആയിട്ട് പൊടിയരി കഞ്ഞിയൊക്കെ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്. താങ്ക്